Hi guys, my name is Joseph. നിങ്ങൾ Avodha.com പഠിക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് ക്ലാസ്സിൽ നിങ്ങളുടെ പല ടീച്ചേഴ്സിൽ ഒരാളാണ് ഞാൻ ചെറിയ മോഡ്യൂൾ എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രൈമറി ഫാക്കൽറ്റി ആണ്. പക്ഷേ ആൻഡ്രോയിഡിനകത്ത് എനിക്ക് 2 മോഡ്യൂൾ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ Avodha.comന്റെ കാർണിവൽ ഇൻഫോ പാർക്ക് ഓഫീസ് നമ്മളുടെ കാക്കനാടിലുള്ള കാർണിവൽ ഇൻഫോ പാർക്ക് എന്നുള്ള ഓഫീസിൽ നിന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഈ ആൻഡ്രോയിഡ് കോഴ്സിന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ആൻഡ്രോയിഡ് കോഴ്സ് എന്താണ്? ഈ ആൻഡ്രോയിഡ് കോഴ്സ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് വളർച്ച എന്തായിരിക്കും, നമുക്ക് ജോലി എന്ത് ടൈപ്പ് ആയിരിക്കും, അതിനെപ്പറ്റി ഒരു ചെറിയൊരു സെഷൻ എടുക്കാൻ വേണ്ടി വന്നത്. ഓക്കെ, സോ ആൻഡ്രോയിഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലോകത്ത് തന്നെ മോർ ദാൻ 90% 90% കൂടുതൽ മൊബൈൽ ഫോൺസ് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. ഇൻഫാക്ട് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫോണും ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. ഇന്ത്യയും ഏഷ്യയും യൂറോപ്പും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആണ് ഏറ്റവും പ്രീഡോമിനന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോൺസിനകത്ത്. ആപ്പിളിന് അവരുടേതായ ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട്, പക്ഷെ ആപ്പിളിന്റെ മാർക്കറ്റ് ഷെയർ പ്രൈമർലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആ ഒരു സോണിലാണ് കൂടുതൽ വരാറ്. ഇന്ത്യയിലൊക്കെ ഉണ്ട്, പക്ഷെ മെജോറിറ്റി ആസ് വി ഓൾ നോ ഇറ്റ്സ് ആൻഡ്രോയിഡ് അല്ലെ. അപ്പൊ ഇത്രമാത്രം ആൻഡ്രോയിഡ് ഫോൺസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഇഷ്ടമാവാൻ കാരണം? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ആപ്ലിക്കേഷൻസ്. ആൻഡ്രോയിഡ് ഫോണിനകത്ത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിന്റെ നമുക്ക് അതിനുള്ള യൂസേഴ്സ്, ഇതൊക്കെ കാരണം കൊണ്ടാണ് ആൻഡ്രോയിഡ് ഫോൺ ഇത്രമാത്രം ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഏഷ്യ പോലത്തെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്പ് പോലത്തെ ഒരു മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇറ്റ്സ് ഓബ്വിയസ് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്പ് എന്തായാലും വേണം. ഒരു ഓൺലൈൻ ഒരു IT കമ്പനി നടത്താൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൻഡ്രോയിഡ് ആപ്പ് വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ, അതായത് ലോകത്ത് തന്നെ IT ഔട്ട്സോഴ്സിംഗ് ഹബ്ബായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യ. ലോകത്ത് എവിടെ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഉണ്ട് അത് ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിലെ എല്ലാ വലിയ കമ്പനികളുടെ CEOs ആയിട്ട്, IT കമ്പനിയുടെ CEO ആയിട്ടിരിക്കുന്ന ഇന്ത്യൻസ് ആയിരിക്കും. ആ ഇന്ത്യനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നതും ഏറ്റവും കൂടുതൽ വർക്ക് ഉള്ളതും നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിനാണ്. കാരണം ഏതൊരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഇറക്കുകയാണെങ്കിലും, ഏതൊരു കമ്പനി ഒരു മൊബൈൽ ആപ്പ് ഇറക്കുകയാണെങ്കിലും അതിനകത്തൊരു ആൻഡ്രോയിഡ് ഭാഗം എന്തായാലും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഏതൊരു IT കമ്പനിക്കും എന്ത് വേണം? ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പർ കമ്പൾസറി ആയിട്ട് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന്റെ ഡിമാൻഡ് എവറി സിംഗിൾ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന്റെ സാലറി സ്കെയിൽ എങ്ങനെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആൻഡ്രോയിഡ് കോഡിംഗ് പഠിക്കുകയാണെങ്കിൽ അത് അബവ് എവറിത്തിങ് എൽസ്, എല്ലാത്തിന്റെ ഉപരി അതൊരു തൊഴിലാണ്, അല്ല അതൊരു സ്കില്ലാണ്, ഒരു സ്കിൽ സെറ്റ് ആണ്. ആ സ്കിൽ സെറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു തൊഴിൽ വെച്ച് തന്നെ ജീവിക്കാനുള്ള വരുമാനം എന്തായാലും അതിൽ നിന്ന് കിട്ടും. ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ സാലറി ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ ഇറ്റ്സ് യൂഷ്വലി അബൌട്ട് 13,000 to 18,000 rupees, 13,000 തൊട്ട് 18,000 വരെ ശമ്പളം ഒരു എൻട്രി ലെവൽ ഡെവലപ്പറിന് പ്രതീക്ഷിക്കുക. അതായത് നിങ്ങളിപ്പോ അവധയിൽ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പിന് നിങ്ങൾ പോയി, അതിനുശേഷം ഒരു ജോബിന് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 13,000 to 18,000 rupees സാലറി റേഞ്ച് എൻട്രി ലെവൽ ടൈമിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു 1 year ടൈം കഴിയുമ്പോഴാണ് ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ യഥാർത്ഥ പാക്കേജ് കൂടുന്നത്. ഒരു 1 year ടൈം ആകുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 25,000 പ്ലസ് പാക്കേജ് ഒരു പ്രോപ്പർ ആൻഡ്രോയിഡ് ഡെവലപ്പർ പ്രതീക്ഷിക്കാം. ഇതേ പേ സ്കെയിൽ ഒരു 5 വർഷം കഴിഞ്ഞ ഡെവലപ്പറിനെ ആണെങ്കിൽ അത് നേരെ ഡബിൾ ഡൗൺ കൂടും. അതായത് നമുക്ക് ക്ലോസ് ടു ഒരു 50,000 പ്ലസ് പാക്കേജ് ഒരു 5 years എക്സ്പീരിയൻസ് ഉള്ള ആൻഡ്രോയിഡ് ഡെവലപ്പറിന് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, അതിനുപരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ആൻഡ്രോയിഡ് ഡെവലപ്പർ ജോബ്സ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡെവലപ്പർ ജോബ്സ് ഇൻ കേരള, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡെവലപ്പർ ജോബ്സ് ഇൻ ബാംഗ്ലൂർ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറെ, അതായത് മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ജോബ്സ് നമുക്ക് എപ്പോഴും ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന് എപ്പോഴും ഓപ്പൺ ആണ്. അതിന് വേക്കൻസീസ് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ജോബുകളുടെ ലിസ്റ്റ് കിട്ടും. ഈ ഒരു തൊഴിൽ, ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്സ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇപ്പം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഒരു IT ഇൻഡസ്ട്രി കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ദിസ് കോഴ്സ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു ഗൈസ്. ആൻഡ് വൺ മോർ തിങ്, നമ്മളിപ്പോ ഈ ആൻഡ്രോയിഡ് കോഴ്സ് പഠിപ്പിക്കുന്നത് ഗ്രൗണ്ട് അപ്പ് ലെവലിൽ നിന്നാണ്. അതായത് ഇപ്പൊ നമ്മളുടെ അടുത്ത് പല സ്റ്റുഡൻസ് വരുന്നതും അവർ BA ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാറുണ്ട്, BSc ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും, BCom ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാറുണ്ട്, BTech മെക്കാനിക്കൽ വരാറുണ്ട്, BTech EC വരാറുണ്ട്. സോ നമുക്ക് പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നും പല ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസ് വരാറുണ്ട് ആൻഡ്രോയിഡ് പഠിക്കാനായിട്ട്. സോ നമ്മൾ എപ്പോഴും ആൻഡ്രോയിഡ് പഠിപ്പിക്കുന്നത് ഗ്രൗണ്ട് അപ്പ് ചെയ്താണ്. ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ആൻഡ്രോയിഡ് കോഡിംഗ് തുടങ്ങാനായിട്ട്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ആദ്യം നമ്മൾ സിമ്പിൾ ആപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവൻച്വലി വിൽ ഗോ ഓൺ ടു ദ മോർ കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻസ്. അപ്പം വി സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. സോ നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും യു ക്യാൻ ഡു ദിസ് കോഴ്സ്. പക്ഷേ
ഈ കോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം? ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ what you need is you need an interest in Android development. You need a passion for mobile apps. Okay, അതില്ലാണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റും മൊബൈൽ ആപ്സിനോട് ഒരു പാഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ you guys will do phenomenally well in this course. Okay, so thank you guys. Thank you for listening for this much time. My name is Joseph and I'm a junior faculty working at Avodha.com. Okay, thank you. Bye bye.